കൃത്യമായി നബി തങ്ങൾ പിതാക്കളോട് പറഞ്ഞു, മാതാക്കളോട് പറഞ്ഞു, ലാ യുഅദ്ദിബ അഹദുകും വലദഹു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളെ കുട്ടികൾക്ക് ശരിക്ക് സംസ്കാരം അദബ് പഠിപ്പിക്കലാണ്. ഖൈറും മിൻ അൻ യതസദ്ദഖ ഫീ കുല്ലി യൗമിൻ ബിനിസ്ഫി സാഇൻ അലൽ മസാകീൻ, പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ നിസ്ഫു സാഴ്, അര സാഴ് ഓരോ ദിവസവും ധർമ്മം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പരലോകത്തെ പടച്ചറബ് കൂലി തരിക നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ശരിക്ക് അദബ് പഠിപ്പിക്കുമ്പോഴാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാകാം പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു ബാപ്പാക്കും ഒരു കുട്ടിക്ക് അദബ് പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു ഔദാര്യം വേറെ ചെയ്യാനില്ല. നിങ്ങളെ കുട്ടിക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഈ ഔദാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ച കാര്യം പ്രവാചകർ പറയാ, നബിതകൾ പഠിപ്പിച്ചു. ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യന് ജീവിത വിജയത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? നമ്മളിപ്പോ ഭൂമിയിൽ ജയിച്ചു എന്ന് പറയണമെങ്കിൽ നമുക്കുള്ള ലക്ഷണം എന്താ? നമ്മുടെ ഗ്രേഡ് മാർക്ക്. ഒരു മനുഷ്യൻ ഭൂമുഖത്ത് വിജയിച്ചതിന് 4 പോയിന്റാ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പോയിന്റ് ഇടുന്നത് പോലെ A+ പോലെ തന്നെ, B+ പോലെ തന്നെ, അല്ലെങ്കിൽ ABCD പോലെ തന്നെ ഗ്രേഡ്, റാങ്കിന്റെ ഗ്രേഡ് കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ 4 പോയിന്റുകൾ നിങ്ങൾക്ക് വേണം. അതിലൊന്ന് പറഞ്ഞ എന്താ? അയ്യകൂന ഔലാദുഹു സുലഹാ, അവന്റെ മക്കൾ സ്വാലിഹീങ്ങളാകണം എന്നുള്ളതാണ്. മക്കൾ സ്വാലിഹീങ്ങളായാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നാ. കാരണം ഭൂമുഖത്ത് മനുഷ്യന് പടച്ചറപ്പ് ചെയ്യുന്ന നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് മക്കളെ നന്നാവലാണ്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. അങ്ങനെ തന്നെ മഹത്തുക്കൾ പഠിപ്പിച്ച നിഅമുല്ലിലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാവത്തുൽ ഔലാദി. എന്ത് മനോഹരമാണ് ആ വാക്ക്, നിഅമുല്ലിലാഹി അലൽ ഇബാദി കസീറത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്, ഒരുപാടുണ്ട്, നിങ്ങൾ എണ്ണിയാൽ തീരൂല. ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ വഅജല്ലുഹുന്ന നജാവത്തുൽ ഔലാദി, എന്ത് നിഅമത്ത് നിങ്ങൾക്ക് പടച്ചറപ്പ് തന്നിട്ടുണ്ടെങ്കിലും ആ നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് നിങ്ങളുടെ മക്കൾ നന്നാവലാണ്. സ്വന്തം മക്കൾ നന്നാവുന്നതിനേക്കാൾ വലിയൊരു നിഅമത്തില്ല. മനുഷ്യ ജീവിത വിജയത്തിന്റെ 1-ാം ലക്ഷണം അതാണ്. രണ്ടാമത്തതോ അയ്യകൂന ഖുലതാഉ സുലഹാ, നിങ്ങളെ കൂട്ടുകാർ നന്നാവുക, സഹപ്രവർത്തകർ, കൂട്ടുകാർ, ഒപ്പം നിൽക്കുന്നവർ. സംഘടനയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണത ഒരുപാട് നല്ല മനുഷ്യന്മാരെ കൂടെ കൂടാൻ പറ്റും. മറ്റൊന്ന് അന്തകൂന സൗജത്തുഹു സ്വാലിഹത്തൻ, പെണ്ണ് നന്നാവുക. മറ്റൊന്ന് അയ്യകൂന റിസ്ഖുഹു ഫീ ബലദിഹി, അവന്റെ ഭക്ഷണം അഥവാ അവന്റെ ജോലി നാട്ടിൽ തന്നെ ആവുക. വിദേശത്ത് പോലെ മോശം എന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു പ്രവാസിയാണെങ്കിലും അവന്റെ മനസ്സിലൊരു വിഷമുണ്ടാവും, നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ, മക്കളെ നേരിട്ട് തെർബിയത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഉമ്മാക്കുപ്പാക്കും നേരിട്ട് ഖിദ്മത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ആ ഒരു വിഷമം നാട്ടിൽ തന്നെ ഒരു ജോലി ഉണ്ടാവില്ല. നാട്ടിലൊരു ജോലി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഹൈറാണ്. മക്കൾ നന്നാവില്ല, ഏറ്റവും വലിയ ഹൈറാണ്. കൂട്ടുകാരൻ നന്നാവില്ല, അടുത്ത ഹൈറാണ്. ഭാര്യ നന്നായി കിട്ടൽ അതുപോലെ ഹൈറാണ്. ഇത് പഠിപ്പിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ 4 പോയിന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ വിലയിരുത്തി നോക്ക്. ഈ മക്കൾ നമുക്ക് അനുഗ്രഹമായിട്ടാണ് പടച്ചറബ് തന്നത്, തബ്ശീറായിട്ടാണ് തന്നത്, ഫിത്രത്തിലാണ് തന്നത്. പക്ഷേ അതേ പടച്ചറബ് അതേ ഗൗരവത്തോടെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞെന്താ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ മക്കളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് വലിയ ശത്രുക്കളുണ്ട്. അവരെ നിങ്ങളെ ശത്രുക്കളും കൂടിയാണ്. പരിശുദ്ധ ഖുർആന പറയുന്നത് നിഷേധിക്കാൻ പറ്റുമോ നമുക്ക്? നിങ്ങൾക്ക് അല്ലാഹു തന്ന ഈ തബ്ശീറിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് പടച്ചറബ് നിങ്ങൾക്ക് തന്ന മക്കൾ, അതുപോലെ തന്നെ നിങ്ങൾ വിജയിച്ചു എന്ന് പടച്ചറബ് പറഞ്ഞ ഭാര്യമാർ, ആ 2 പേരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഒന്നുകൂടി പടച്ചറബ് പറഞ്ഞു, ഇന്നമാ ഔലാദ് അംവാലുക്കും വഔലാദുക്കും ഫിത്ന. സമ്പത്ത് അല്ലാഹു തന്നത് അനുഗ്രഹമല്ലേ? ആ സമ്പത്തും അതുപോലെ തന്നെ പടച്ചറബ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളും, അത് രണ്ടും നിങ്ങളെ പരീക്ഷിക്കാനാണ്. അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷിക്കാനാണ്. അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷിക്കപ്പെടും, നിയമത്തുകൾ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും. അതങ്ങനെയാണ്. ഇന്നിപ്പോ നമ്മൾ ധൂർത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു സമൂഹത്തെയാണ് കാണുന്നത്. ധൂർത്തിനെതിരെ നമ്മൾ ബോധവൽക്കരണം നടത്തുകയാണ്. നല്ല പ്രവർത്തനമാണ്. ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്, മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാരുടെ കാലത്ത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്ലാസ്സുകളിൽ പലപ്പോഴും പറയുമായിരുന്നു. പ്രത്യേകിച്ച് മഹല്ല് ഫെഡറേഷന്റെ ക്ലാസ്സിൽ നിങ്ങൾ ധൂർത്തടിക്കരുത്, അമിതമായി ചെലവഴിക്കരുത്, വിവാഹത്തിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനോഹരമായി ബോധിപ്പിക്കുമായിരുന്നു. നമ്മളത് ചെവിക്കൊണ്ടില്ല. ഇപ്പൊ സമൂഹം വളരെ വ്യക്തമായി ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. വളരെ ശുഭകരമായ ഒരു പ്രവർത്തനമാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഇവിടെ നമുക്ക് ദൂർത്തടിക്കാൻ കഴിയുന്നത് നിയമത്തുള്ളത് കൊണ്ടാണ്. പക്ഷെ നിയമത്തിന്റെ ഒരു ഭാഗമായ പരീക്ഷണത്തെ ഒരിക്കലും നമ്മൾ തിരിച്ചു അറിയുന്നില്ല. അള്ളാഹു നമുക്ക് നിയമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാ നമുക്ക് പരീക്ഷണം ഉണ്ടാവും. ഇപ്പൊ വലിയ വീട് കെട്ടലൊക്കെ നമ്മൾ ദൂരത്തിന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയൊരു വീട് കിട്ടും. ഗൾഫിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ ആക്കി വന്നിട്ട് വലിയൊരു വീട് കിട്ടും, ഹലാക്കിന്റെ വീട്, വിശാലമായ വീട് കെട്ടിയിട്ട് ആ വീടിന്റെ മുമ്പിൽ നമ്മളൊരു ബോർഡ് എഴുതി, തുകന്ത ബോർഡ്, ഹാദാ മിൻ ഫദ്ലി റബ്ബീൻ, റെഡി.
ഹാദാമിൻ ഫദ്ലി റബ്ബി എല്ലാവരും എഴുതി നല്ല ബോഡി എഴുതി. ഇത് അള്ളാഹു എനിക്ക് തന്ന ഔദാര്യാണ്. ഏതുപോലെ വിദഗ്ധക്കാര് ആയത്തോതുന്ന മാതിരിയാണ്. വിദയി പ്രസ്ഥാനക്കാർ ആയത്തോതിന് എന്താ പറയാ? അവർ ആയത്തിന്റെ പകുതി മുറിച്ചു വെക്കും, അത്ര ഉണ്ടാവുള്ളൂ. അങ്ങനെ അതിന്റെ അപ്പുറം പറയില്ലല്ലോ. നമ്മുടെ വലിയൊരു വീടിന് അല്ലെങ്കിൽ വാഹനം ഓട്ടോറിക്ഷ എത്താലും എന്റെ ബാക്കിൽ എഴുതും ഹാദാമിൻ ഫദ്ലി റബ്ബി. ഓനത്ര ഉണ്ടാവുള്ളൂ, അതിൽ ഓന്റെ ഫദ്ലാണ്. പക്ഷെ എന്തേ ആയത്തിന്റെ ബാക്കി എഴുതാത്ത? എന്താ ആയത്തിന്റെ ബാക്കി എന്തുകൊണ്ട് എഴുതുന്നില്ല? ആയത്തിന്റെ ബാക്കി എന്താ? ഹാദാമിൻ ഫദ്ലി റബ്ബി. ഈ ആയത്തിന്റെ ബാക്കി സൂറത്തുൻ നംലിലെ 40-ാമത്തെ ആയത്ത് ഇന്ന് പോയിട്ട് എടുത്തു നോക്ക്. ഹാദാമിൻ ഫദ്ലി റബ്ബി എന്റെ ബാക്കി എന്താ? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബി ഫദ്ലിക്ക് തന്നത്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ ഞാൻ നിഷേധിയാവുണ്ടോ നോക്കാനാണ് ഇത് എനിക്ക് പടച്ച റബ്ബ് തന്നത്. അപ്പൊ ബോർഡ് മുഴുവനായി എഴുതി വെക്കൂല, മുഴുവനായി എഴുതി വെക്കൂല. ആ സമയത്ത് നേരെ പകുതി എഴുതി വെക്കുള്ളൂ. ഹാദാമിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കും വലിയ വീട് കയറ്റി. ഞാൻ ആ രീതിയിൽ വീട് കയറ്റിയവൻ ആക്ഷേപിക്കല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, 10 രൂപ പടച്ച റബ്ബ് നമ്മുടെ കൈ തന്നിട്ടുണ്ടെങ്കിൽ തുമ്മന തുസ്അലുന്ന അനിൻ നഈം, ആ നിഅമത്തിനെ കുറിച്ച് പടച്ച റബ്ബ് ചോദിക്കും. പരീക്ഷണ വിധേയമല്ലാത്ത ഒരു നിഅമത്തുമില്ല എന്നാണ്. അതാ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നമ്മൾ പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുക? അഷ്കുറു, ഞാൻ എൻ്റെ നാഥന് നന്ദി ചെയ്യുന്നുണ്ടോ എന്നാണ് പടച്ച റബ്ബ് നോക്കുന്നത്. എപ്പോഴാ നന്ദി ചെയ്യല്? മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാഹ. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ, ജനങ്ങളോട് കടപ്പാടില്ലാത്തവൻ, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാത്തവൻ പടച്ച റബ്ബിനോട് നന്ദി കാണിച്ചവനല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനോട് നന്ദി കാണിക്കണമെങ്കിൽ ജനങ്ങളോട് നന്ദി കാണിക്കണം. ബാപ്പാനോടും ഉമ്മാനോട് നന്ദി കാണിക്കാത്തവൻ എങ്ങനെ പടച്ച റബ്ബിനോട് നന്ദി കാണിക്കും? അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയും, നമ്മളൊക്കെ രക്ഷപ്പെടാനാണല്ലോ ഈ ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടേക്ക് ഉറൂസ് മുബാറക്കിന് വന്ന എന്തിനാ? നമ്മുടെ കൽബൊന്ന് നന്നായി മഹാന്മാരുമായി അടുത്ത മഹാന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നല്ല നിലക്ക് പരലോകത്ത് പുണ്യം കിട്ടണം. മഹാന്മാരെ സ്നേഹിച്ചാൽ പരലോകം രക്ഷപ്പെടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അന്ത മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചവന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് കൊണ്ട് വലിയുള്ളാഹി ഖുതുബുസ്സമാനെ നമ്മൾ സ്നേഹിക്കുന്ന മൗലദ്ദവിലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനെ നമ്മൾ സ്നേഹിക്കുന്നു. ആ സ്നേഹം കൊണ്ട് നമുക്ക് നാളെ പരലോകത്തെ അമലും ഇബാദത്തും കുറഞ്ഞാലും അവർക്കൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പടച്ച റബ്ബ് അവസരം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം സ്നേഹിച്ചവന്റെ കൂടെ കളങ്കമില്ലാത്ത സ്നേഹം കാണിച്ചവൻ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പടച്ച റബ്ബ് ആ ഗണത്തിൽ നമ്മളെ പെടുത്തി തെരുമാറാവട്ടെ. ആ രക്ഷയാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ എത്തിപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് നമ്മളൊക്കെ പടച്ച റബ്ബിന്റെ വിചാരണ കോടതിയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമുണ്ട് കൂട്ടരെ. ലാ യൻഫഉ മാലും വലാ ബനൂൻ, അവിടെ മക്കളും ഉപകരിക്കൂല, പണവും ഉപകരിക്കൂല. നമ്മൾ മാത്രം ചെയ്ത അമലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ നമ്മൾ ചെന്ന് നിൽക്കും. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കൽബ് സലീമാണെങ്കിൽ അതൊക്കെ ഉപകരിക്കും. കൽബ് സലീമാണെങ്കിൽ അവന്റെ പണം ഉപകരിക്കും, മക്കൾ ഉപകരിക്കും. അപ്പൊ കൽബ് സലീമാകണം, സുരക്ഷിത ഹൃദയം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കുറ്റമറ്റ ഹൃദയം, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദോഷമുക്ത ഹൃദയം. സൂറത്തു ശുഅറയിലെ 88-ാം വാക്യം. ഈ 88-ാം വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? എന്താ ഈ സലീമായ കൽബും കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു നിമിഷം നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹ് എന്താ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞ വാചകത്തിന്റെ ഗൗരവം നോക്ക്. സലീം എന്ന പദത്തെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, മുഫസ്സിരീങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞത്, ഹൈതു അൻഫഖ മാലഹു ഫിൽ ബിർ, അവന്റെ സമ്പത്ത് നല്ലതിന് ചെലവാക്കുക. ലാ യൻഫഉ മാലും, പണം ഉപകരിക്കൂല എന്നല്ല പറഞ്ഞത്, ഉപകരിക്കും. ഉപകരിക്കും എപ്പോ? ഹൈതു അൻഫഖ മാലഹു ഫിൽ ബിർരി വലാ ബനൂൻ, മക്കൾ ഉപകരിക്കൂല എന്നല്ല പറഞ്ഞത്, ഉപകരിക്കും. എങ്ങനെ? വഅർശദ ബനീഹി ഇലൽ ഹഖ്, വഅർശദ ബനീഹി ഇലൽ ഹഖ്. സ്വന്തം മക്കളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം മക്കളെ ഇൽമു പഠിപ്പിച്ച് അച്ചടക്കം പഠിപ്പിച്ച് ദീനിയായ മക്കളാക്കിയിട്ടുണ്ടെങ്കിൽ ഉപകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് സലീമായ കൽബുള്ളവന്റെ തഫ്സീർ. നല്ലതിനു വേണ്ടി പണം ചെലവഴിക്കൂ, മക്കളെ നേർവഴിക്കുന്ന അർശദ ബനീഹി ഇലൽ ഹഖ്. നമ്മളെ മക്കളെ നമ്മൾ നേർവഴിക്ക് നയിച്ചാൽ പടച്ച റബ്ബ് ആ മക്കളെ കൊണ്ട് പരലോകത്തെ ഉപകാരം ചെയ്യുമെന്ന കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഈ ആയത്തിന്റെ തഫ്സീർ തന്നെയല്ലേ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന നമ്മുടെ സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുന്നില്ലേ? ദുനിയാവിൽ അലങ്കാരം മാത്രമല്ല, മക്കൾ പരലോകത്ത് ഉപകരിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ചോ, മക്കളെ മര്യാദക്ക് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിലോ, മര്യാദക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിലും മക്കൾ തന്നെ മതി നമ്മൾ അപകടപ്പെടുത്താൻ. റസാനത്തിൽ ബഹുമാനപ്പെട്ട മഹ്മൂദുൽ കാഹിരി പറഞ്ഞൊരു വരിയുണ്ട്, വലിയ ഫിലോസഫറാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, എത്ര മനോഹരം. നിന്റെ
ആ പരമ്പരയിൽ ജനിക്കുന്ന നിന്റെ കുട്ടി ഉണ്ടല്ലോ, ഫിത്തനും നിനക്ക് വലിയ കുഴപ്പക്കാരനാകാം. ഇന്നലിം തബിഹ, നീ അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടോ? ചിന്തിച്ചോ നിങ്ങൾ? റുബ്ബമാ ഖത്ലു നഫ്സിൻ മിൻക, നിന്നെ തന്നെ കൊന്നുവെന്ന് വരാം. ബിൽ വലദി, നിന്റെ കുട്ടിയെ കൊണ്ട് നീ തന്നെ മരിച്ചുപോയി എന്ന് വരാം. നിന്റെ മകൻ നിന്റെ തന്നെ കൊലയാളിയായെന്ന് വരാം. മഹമൂദുൽ കാഹിരി തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ സമൂഹത്തെ ബോധിപ്പിച്ച കാര്യമാണ്. വറുബ്ബമാ ഖത്ലു നഫ്സിൻ മിൻക ബിൽ വലദി, ഒരു പക്ഷേ നീ നിന്റെ കുട്ടിയെ നേർവഴിക്ക് നയിച്ചില്ലെങ്കിൽ കുട്ടി നിന്നെ കൊല്ലാൻ മതി എന്ന്. അപ്പൊ കേരളത്തിലെ പത്രത്തിൽ വന്ന വാർത്ത എന്താ? താമരശ്ശേരിയിലെ അബ്ദുൽ കരീമിന്റെ മക്കൾ കൊന്നൂന്ന. മഹമൂദുൽ കാഹിരി തങ്ങൾ ഇത് പറയുന്ന കാലത്ത് അങ്ങനെ കൊന്നിട്ടുണ്ടാവുന്നില്ല. ആലോചിച്ച് നോക്കണം. താമരശ്ശേരിയിൽ അബ്ദുൽ കരീമിന്റെ ജഡം കിട്ടിയപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ അതെല്ലാം എന്നൊരു തർക്കപ്പെട്ടത് ആയിക്കോട്ടെ, എന്നാലും കൊന്നുമില്ല കാര്യത്തിൽ പോലീസുകാരും അന്വേഷകരും മുത്തവക്കുന്നല്ലെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ കിട്ടിയ മൃതദേഹത്തെ കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ. മക്കൾ കൊന്നു എന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഇതുപോലെ മാതാക്കളെ കൊന്ന മക്കൾ എത്ര ഉണ്ടായിട്ടുണ്ട് ഇവിടെ? ഇതുപോലെ തന്നെ മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ട് സഹോദരന്മാർ തമ്മിൽ തല്ലി മരിച്ച അനുഭവത്തിലുണ്ട്. ഉമ്മാനെ കൊന്ന മക്കളില്ലേ അവിടെ? ഉമ്മയെ കൊന്നുകൊണ്ട് ജയിലിൽ പോയ ആൾക്കാരില്ലേ? സ്വന്തം പിതാവിനെ കൊന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്ര പത്രവാർത്തകൾ നിങ്ങൾ കേട്ടു മറന്നോ? ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത് വെറുതെ അത് വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഒരവസ്ഥ ബന്ധം ശിഥിലമാകുമ്പോഴാണ് സ്വന്തം ബാപ്പ മകനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ ബാപ്പാനെ മകൻ കൊല്ലുന്നത്. ഇപ്പൊ അബ്ദുൽ കരീമിന്റെ ജീവിതത്തിലും ഈ താളഭംഗം വന്നത്. ഒരു അബ്ദുൽ കരീം, എന്തൊരു മനോഹരമായ പേര്. ഗൾഫിൽ പോയി ഒരുപാട് കാലം പണിയെടുത്തുകൊണ്ട് സമ്പത്തുണ്ടാക്കി മക്കളെ ജീവിപ്പിച്ച് അതേ സമയത്ത് ഒരു രണ്ടാം വിവാഹം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ സംഭവിച്ച അപകടം ഓർക്കണം നിങ്ങൾ. അവിടെ ഒരു പക്ഷേ ഈ മക്കൾ പേടിച്ചത് എന്തായിരിക്കാം? ഈ മക്കൾക്ക് സമ്പത്തിൽ ഒരു വിവേചനം വരുന്നുള്ള പേടിയായിരിക്കാം. അവിടെ നമ്മൾ ചിന്തിക്കണം. ഓരോ പിതാവിനോടും അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്കിടയിൽ ഭേദം കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കൾക്കിടയിൽ യാതൊരു വൈജാത്യവും കാണിക്കാൻ പാടില്ല. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഹദീദിന്റെ കിതാബിൽ വൻ പ്രാധാന്യത്തോടു കൂടി രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും, ഞാൻ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല, ഈ വിഷയം നന്നായി പഠിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സാകുന്ന യൂണിവേഴ്സിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളുണ്ടോ?